ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പ്രീ സീസൺ ഫ്രണ്ട്ലി മിക്കായൽ സ്റ്റാരയുടെ കീഴിലുള്ള ആദ്യൊരു പ്രീ സീസൺ മാച്ചായിരുന്നു ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നത്. പട്ടായ FC-ക്കെതിരെ ആയിരുന്നു കളി നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2:30 ടൈമൊക്കെ ഇന്ത്യൻ ടൈം അതിൻ്റെ ടെലികാസ്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്ക് സ്കോറും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റും കാര്യങ്ങളും ലഭിച്ചിട്ടുണ്ടായിരുന്നു, സോഫ സ്കോർ അങ്ങനത്തെ കുറച്ച് പേജിൽ നിന്നൊക്കെ. അപ്പോൾ അതിൽ 2-1 എന്ന സ്കോറിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റാരയുടെ കീഴിൽ ആദ്യത്തെ പ്രീ സീസൺ മാച്ച്, ആദ്യൊരു മാച്ച് പരാജയപ്പെട്ടതാണ് തുടങ്ങുന്നത്. അത് അത്ര വലിയ കാര്യമാക്കുന്ന പ്രീ സീസൺ മാച്ചാണ്. അപ്പോൾ കുറേ ആരാധകർ, ഇനിയൊരു ഭാഗം ആരാധകർ ഇപ്പോൾ 2-1 സ്കോറിൽ തോൽവി ഒരു സ്കോർ കണ്ടതിനെ തുടർന്ന് ചിലപ്പോൾ നല്ല രീതിയിൽ തന്നെ വിമർശിക്കാനുള്ള സാധ്യതകളുണ്ട്. ചിലവർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത കുറച്ച് പേരുണ്ടാവും. എങ്ങനെ ഇതൊരു പ്രീ സീസൺ ഫ്രണ്ട്ലി ആണ്, അപ്പോൾ അങ്ങനെ കാണുക. ഇപ്പോൾ പുതിയ കോച്ച് വന്നിട്ട് പ്ലേയേഴ്സിനൊക്കെ ഇപ്പോൾ കുറച്ച് ദിവസം ആയിട്ടുള്ളൂ ട്രെയിനിങ്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായി പുതിയ കോച്ചിൻ്റെ ടാക്ടിക്സും കാര്യങ്ങളൊക്കെ ഒന്ന് അഡാപ്റ്റ് ചെയ്ത് വരുന്നുണ്ടാവുള്ളൂ പ്ലേയേഴ്സ്. അപ്പോൾ അങ്ങനെ കളിച്ച് റെഡി ആവുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ഫസ്റ്റ് മാച്ചാണ്. പ്ലേയേഴ്സിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടി ഒരു മത്സരം കളിച്ചാലേ കോച്ചിന് ഇനിയും എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടത് എന്നുള്ളതൊക്കെ അറിയാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു മാച്ച് ആയിട്ട് തന്നെ കണ്ടാൽ മതി. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആരെ സ്കോർ ചെയ്തെന്ന് അറിയില്ല. അവർ ആദ്യം 2 ഗോള് സ്കോർ ചെയ്തു. പിന്നെ അതിനുശേഷം ലാസ്റ്റാണ് ബ്ലാസ്റ്റേഴ്സ് ഒന്ന് തിരിച്ചടിച്ചത്. പിന്നെ അതിൻ്റെ കുറച്ച് സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടു. അതൊക്കെ സത്യമായിട്ടുള്ളതാണ് അറിയില്ല. അതിലെ പൊസിഷനും കാര്യങ്ങളൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിനാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ ഷോട്ടൊക്കെ എടുത്തിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സാണ്. അറ്റാക്കിങ് കൂടുതലൊക്കെ നടത്തിയിട്ടുള്ളതൊക്കെ ബ്ലാസ്റ്റേഴ്സാണ്. ബട്ട് 2-1 എന്ന സ്കോറിൽ പരാജയപ്പെടാൻ ചെയ്തിട്ടുള്ള പൊസിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കളിച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. ഇനി കഴിഞ്ഞ വർഷത്തെ പ്രീ സീസണിൻ്റെ ഒക്കെ മാച്ചിൻ്റെ ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ ആയിട്ട് ബ്ലാസ്റ്റേഴ്സ് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും അങ്ങനെ വിടുകയാണെങ്കിൽ നമുക്ക് ഗോളും കാര്യങ്ങളൊക്കെ ആരെ സ്കോർ ചെയ്ത് എന്തെങ്കിലും കാണാം, അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അപ്ഡേറ്റ് വരുമെന്നുള്ളത് കണ്ടറിയാം. അപ്പോൾ ആദ്യ പ്രീ സീസൺ പരാജയപ്പെട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇനി ആ പിഴവുകളും കാര്യങ്ങളൊക്കെ റെഡിയാക്കി നെക്സ്റ്റ് മാച്ചിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവും. അങ്ങനെ ഇമ്പ്രൂവ് ആയി നമ്മുടെ പുതിയ പരിശീലന രീതിയിൽ നല്ലൊരു തുടക്കം തന്നെ ഡുറൻഡ് കപ്പിൽ തുടങ്ങാൻ സാധിക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം. അപ്പോൾ വീഡിയോ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും